കാന്താരി തിങ്കളും കലിപ്പൻ പാച്ചവും. രചന മാധുര്യ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. പിന്നെ അവൾ വെട്ടിക്കൊന്ന ആ വൃത്തികെട്ടനായിട്ട് അവൾക്ക് ബന്ധാത്രേ. ആ താരയുടെ കള്ളക്കണ്ണീരണ്ട് അതൊക്കെ വിശ്വസിച്ചാൽ പറഞ്ഞാൽ മതി. മല്ലിക പുച്ഛത്തോടെ ചുണ്ടുകൂട്ടി. നമ്മുടെ അമ്മായി മരിച്ചു കിടന്നപ്പോ തന്നെ അല്ലായിരുന്നോടി ആ പെണ്ണിന്റെ പ്രകടനം. നാട്ടുകാരെ വിശ്വസിപ്പിക്കാൻ അപ്പൊ എളുപ്പമായി എന്ന് പറയാം. എന്തിന് ഇതൊക്കെ വരുത്തി വെച്ച പ്രേമികളെ അന്ന് വന്ന് ഈ രണ്ടാമത്തെ മോളുടെ കൂടെയല്ലേ നിന്ന്? ഈ ജയിലിൽ കിടക്കുന്ന മോളെ കുറിച്ച് എപ്പോഴെങ്കിലും ചിന്തിച്ചോ? അവള് എങ്ങനെ ചിന്തിക്കും? അവള് സ്നേഹിച്ച കാമുകനെ കൊന്നല്ലേ ആ കൊച്ചി ജയിലിൽ പോയത്. അങ്ങനെ ആരുടെയൊക്കെയോ സ്വാർത്ഥതൊക്കെ അതിന്റെ ഒരുപാട് നല്ല വർഷങ്ങൾ നഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ട് ഇനിയെങ്കിലും അത് സ്വന്തം കാലിൽ സ്വന്തം ജീവിതം നോക്കി നന്നായി ജീവിക്കട്ടെ. നിന്നെപ്പോഴുള്ളവരുടെ നാക്കും കണ്ട് അതിന് നേരെ ചെല്ലല്ലേ. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാ മോനാണെന്നൊന്നും ഞാൻ നോക്കൂല, പറഞ്ഞേക്കാം. ഭീഷണി സ്വരത്തിൽ പറഞ്ഞു കഴിഞ്ഞ് ബൈക്കുമെടുത്ത് ഗോപിനാഥനങ്ങ് പോകുമ്പോൾ അമ്മ എന്നൊരു വിളിയോടെ ശ്യാം മല്ലികയെ നോക്കി. എന്തൊക്കെ അച്ഛൻ പറഞ്ഞിട്ട് പോയത് എനിക്കും പറയാനുള്ളൂ. നാട്ടുകാർ പലതും പറയും, കേൾക്കാൻ കാതിനിമ്പോഴുള്ള പാടിയടക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. അതിൽ ഇത്തിരി കൂടെ പൊടിപ്പും തൊങ്ങലും ചേർത്താൽ പിന്നെ പറയണ്ട. പക്ഷെ നിന്റെ വായിൽ നിന്ന് വേണ്ട. ആ കൊച്ചിനെ ഒരു കൊലപാതകം കൂടെ നടത്തി പിന്നെയും ജയിലിൽ പോയതിന് വലിയ പേടിയൊന്നും കാണില്ല. പോകുമ്പോൾ ഞങ്ങൾക്കേ പോകും. അതുകൊണ്ടാ സരോജിനി അമ്മായി എന്നോടൊന്ന് നോക്കിക്കൂടിയെന്ന് പറഞ്ഞു പോയിട്ടും അതിനൊരു അകലത്തിൽ ഞാൻ നിർത്തിയേക്കുന്നത്. എന്നെ വെറുതെ തൊട്ട് നൽകുന്ന ഭ്രാന്താണോ? അത്രയ്ക്ക് ചറ്റിയൊന്നുമില്ല ഞാൻ. അമ്മയുടെ വർത്താനൊട്ടും ഇഷ്ടപ്പെടാതെ പല്ലടിച്ചവന്റെ പറച്ച്. മല്ലിക അതിനവനെ അടിമുടിയെന്ന് നോക്കി. കഴിഞ്ഞ ദിവസം നീ തല്ലുകൊണ്ട് വന്ന എന്തിനാണെന്ന് ഇന്നലെ ഞാൻ ശരിക്കും അറിഞ്ഞ്. ചാന്ദ്രി ടീച്ചർ എന്തോ പറഞ്ഞോണ്ടാണല്ലോ ടീച്ചറുടെ മോനും കൂട്ടുകാരും നിങ്ങളെ മൂന്നിനെതിരും പിടിച്ചടിച്ചത്. അമ്മ പറഞ്ഞിരുത്തി കേട്ട് ഒരു നിമിഷം അവൻ ഞെട്ടിയവരെ നോക്കി. പാർട്ടിയും കൂട്ടരുമായി വാക്കിറക്കത്തിൽ തല്ല എന്നാണ് മല്ലികയോട് വന്നവൻ പറഞ്ഞത്. രണ്ട് പാർട്ടികളായതുകൊണ്ട് തല്ലും വഴക്കിടക്ക് ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് അവരത് വിശ്വസിച്ചു. പക്ഷെ അച്ഛൻ സത്യം അറിഞ്ഞപ്പോൾ മുഖം അടച്ച് അവനൊരെണ്ണം കിട്ടി. എന്നാലും മല്ലികയോട് ആൾ കാര്യം പറയാൻ നിന്നില്ല. ഇന്നലെ വാർഷികാഘോഷത്തിന് പോയപ്പോഴാണ് കാര്യങ്ങളുടെ കിടപ്പുവശം അവരറിഞ്ഞത്. ഇനി എന്നെ പറ്റി ഇതുവരെയൊക്കെ നിങ്ങൾ പറയുന്നുണ്ടോടാ? മല്ലികയുടെ നെഞ്ചു കലങ്ങിയ ചോദ്യം. അമ്മ ഇങ്ങനെയൊന്നും പറയില്ല അമ്മേ, പ്ലീസ്. ശ്യാമിന്റെ കണ്ണ് നിറഞ്ഞുപോയി. ഉദയാണമ്മ കമന്റ് അടിച്ച്. ഞാനല്ല, പക്ഷെ തെറ്റ് മനസ്സിലാക്കിയ അപ്പൊ തന്നെ ചാന്ദ് ടീച്ചറോട് ക്ഷമ പറഞ്ഞു. അതവിടെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച്. അടി കൊണ്ട് ചതഞ്ഞ ആരും പറഞ്ഞു. ദേ ഇന്നലത്തോടെ ഞാനും അച്ഛനൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. ഇനി നിന്നോട് ഞങ്ങൾ നിർത്തില്ല. ഗൾഫിൽ അച്ഛൻ്റെ കൂട്ടുകാരൻ വഴി ജോലി ശരിയാക്കിയിട്ടുണ്ട്. കുറേ പ്രാവശ്യം നീ ഒഴിവ് പറഞ്ഞു. പക്ഷെ ഇമാതിരി കൂട്ടും കൂടി ചെറ്റത്തരങ്ങൾ കാണിക്കാനും പറയാനും നീ ഇനി ഇവിടെ നിൽക്കണ്ട. പോണമെന്ന് പറഞ്ഞാൽ പോണം, അത്ര തന്നെ. നിന്നെ നന്നാക്കാൻ പറ്റുമെന്ന് ഞങ്ങൾ നോക്കട്ടെ. അത്രയും പറഞ്ഞ് മല്ലിക അകത്തേക്ക് കയറി പോകുമ്പോൾ വീണ്ടും ആ ചാരികസരിൽ നെഞ്ചിൽ കൈവച്ച് ചാഞ്ഞ് വീണുപോയി ശ്യാം. ഗോപിനാഥൻ വരുമ്പോൾ തിങ്കൾ തോളിലൊരു ബാഗുമായി അമ്പലത്തിനടുത്തേക്ക് നടന്നെത്തുന്നുണ്ടായിരുന്നു. ഇന്നലെ ക്ലബിന്റെ വാർഷികാഘോഷം കഴിഞ്ഞിറങ്ങാൻ നിൽക്കുമ്പോഴാണ് നാളെ തന്നെ ജോലിയുടെ കാര്യത്തിനായി ആ ഫാക്ടറി വരെ പോവാമോളെന്ന് ഗോപിനാഥൻ വന്ന് തിങ്കളിനോട് പറയുന്നു. ചാന്ദിനിയും പ്രവീണയും ഒക്കെ ആ സമയം അവളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. കാര്യം ചോദിക്കുമ്പോൾ കപ്പലണ്ടി ഫാക്ടറിയിൽ അവരുടെ ജോലിയെപ്പറ്റി അവർക്ക് പറഞ്ഞു കൊടുത്ത് ഗോപിനാഥൻ തന്നെയാണ്. ഈശ്വരി കപ്പലണ്ടി ഫാക്ടറിയുടെ ഉടമ ജയരാജ മുതലാളി സ്ഥലത്തില്ലായിരുന്നു. ഇന്നാണ് അയാൾ എത്തിയത്. അയാൾ എത്തിക്കഴിഞ്ഞിട്ട് തിങ്കളിനോട് വരാനുള്ള ഡേറ്റ് പറയാമെന്നാണ് അന്ന് ഗോപിനാഥൻ ഫാക്ടറിയിൽ പോയി കണ്ട അയാൾ പറഞ്ഞത്. ഇന്ന് മുതലാളി എത്തിയതുകൊണ്ട് നാളെ തന്നെ ആ കുട്ടിയോട് വന്ന് കണ്ടോളാൻ അയാൾ പറഞ്ഞു എന്ന്. ഡാൻസും പാട്ടൊക്കെ കഴിഞ്ഞ് 9 മണി തൊട്ട് ഗാനമേള വെച്ചിട്ടുണ്ടായിരുന്നു വാർഷികാഘോഷത്തിന്. തിങ്കളൊന്നും കാണാൻ നിന്നില്ല. ചാന്ദിനിയും താൻ പോയിക്കോളാമെന്ന് അവൾ പറഞ്ഞെങ്കിലും ഈ രാത്രി അവൾ ഒറ്റയ്ക്ക് വിടുന്നു. മിഥുൻ സൂരജിന്റെ കാർ എടുത്ത് തിങ്കളിനെയും ചാന്ദിനിയെയും പ്രവീണയെയും മന്മുവിനെയും നേരെ വീട്ടിലാക്കി. പ്രവീണയ്ക്കും ഗാനമേളയോട് വലിയ താല്പര്യമില്ല. അതിലുപരി ഇത്രയും നേരം നിന്ന് അവർക്ക് വയ്യാതെയായി. ചാന്ദിനിയുടെ അടുത്ത് തന്നെയാണ് പ്രവീണയും ചെന്നത്. അശോകനും മിഥുവും പാർത്തിയെ പോലെ തന്നെ ഇനി വരാൻ വൈകും. അപ്പോൾ പാർത്തി വരുമ്പോൾ മിഥുനും കൂടെ പോന്ന് പ്രവീണയെ അങ്ങോട്ട് കൊണ്ടുപോയാൽ മതിയല്ലോ. തിങ്കൾ വന്നു കയറിയപ്പോൾ തന്നെ തന്റെ വീട്ടിലേക്ക് നടക്കുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഇവിടെ ഒറ്റക്കാക്കിയിട്ട് നീ പോവാണോ മോളെ എന്ന് ചാന്ദിനിയുടെ ഒരു ചോദ്യം. ഒരു നിമിഷം എന്തുകൊണ്ടെന്നറിയാതെ തിങ്കൾ നിന്നുപോയി. ഇത്രയും നേരം ഒറ്റയ്ക്ക് വിടാ കൂടെ കൂട്ടിയവരാണ്. അവര് വരും വരെ ഒന്ന് ഇരിക്കും മോളെ എന്ന് ചാന്ദിനി പിന്നെയും പറയുമ്പോൾ തിങ്കൾ ആ പൂമുഖത്തേക്ക് കയറിയിരുന്നു. അവിടെ ഒരു ഓരത്ത് കിടക്കുന്നുണ്ടായിരുന്ന പുഷ്പു ആ നിമിഷം എഴുന്നേറ്റ് ആളുടെ മടിയിൽ വന്ന് കിടക്കുമ്പോൾ മന്മു അവരെ തലപൊക്കി നോക്കുകയും ചെയ്തു. അകത്തേക്ക് വിളിച്ചെങ്കിലും കയറിയില്ല അവൾ. പിന്നെ ചാന്ദിനിയും പ്രവീണയും അവിടെ തന്നെ ഇരുന്നു. അധികം വൈകിയൊന്നുമില്ല പാർത്തി. ഒരു 10 അവൻ വീട്ടിലെത്തി. പക്ഷെ തന്റെ വീടിന്റെ മുറ്റത്ത് നിൽക്കുന്നവളെ കണ്ട് അവൻ ശരിക്കും ഒന്ന് അത്ഭുതപ്പെട്ടു. ചന്തു ഇതിനെങ്ങനെ ഇവിടെ കയറ്റിയാവോ എന്നാണ് അവൻ ആ നിമിഷം ചിന്തിച്ച്. പാർത്തി വന്നു. ഞാൻ പോവാ ആന്റി എന്നും പറഞ്ഞ് അവൾ വീട്ടിലേക്ക് പോകുമ്പോൾ പ്രവീണയെ വിളിക്കാൻ വന്ന അശോകനെ നോക്കിയൊന്ന് തലയാട്ടി തന്റെ വീടിന്റെ ഗേറ്റ് തുറന്ന് അങ്ങോട്ടേക്ക് പോയിരുന്നു. രാവിലെ ഒരു 9 ആകുമ്പോഴേക്കും ഒരുക്കോ, ഞാൻ മോളെ കൂട്ടാനായിട്ട് വീട്ടിലേക്ക് വരാം എന്നാണ് ഗോപിനാഥൻ പറഞ്ഞ്. എന്നാലും ഒരുങ്ങിക്കഴിഞ്ഞപ്പോൾ തിങ്കൾ നേരെ അമ്പലത്തിന്റെ അവിടേക്ക് നടന്നു. ഞാൻ അങ്ങോട്ട് വരികയായിരുന്നല്ലോ മോളെ. അത് കുഴപ്പമില്ലെങ്കിൽ. എന്നാ കയറിക്കോ. സർട്ടിഫിക്കറ്റ് എല്ലാം എടുത്തിട്ടില്ലേ? എടുത്തിട്ടുണ്ട്. വൈറ്റ് ആൻഡ് പിങ്ക് കളർ കോമ്പിനേഷനിൽ വരുന്ന കോട്ടൺ ചുരിദാർ ഒതുക്കി പിടിച്ച് ബാഗും മടിയിലേക്ക് വെച്ച് ഗോപിനാഥന്റെ പിന്നിലേക്ക് കയറിയവൾ
നേരെ ആ ബൈക്ക് ചെന്നിന്ന് ഈശ്വരി കപ്പലണ്ടി ഫാക്ടറിയുടെ മുമ്പിലാണ്. ഫാക്ടറിയുടെ അത്യാവശ്യം വലിയ മുൻകവാടം കടന്ന് ഗോപിനാഥന്റെ ബൈക്ക് മുന്നോട്ട് പോയി. കപ്പലണ്ടി ഫാക്ടറി ഓണർ ജയരാജന്റെ അമ്മയുടെ പേരാണ് ഈശ്വരി. ഇതുവരെ വിവാഹം കഴിച്ചിട്ടില്ല അയാൾ. ഈ നാട്ടിലെ പലർക്കും ഈ ഫാക്ടറി ഒരുപാട് തൊഴിലവസരങ്ങൾ കൊടുക്കുന്നുണ്ട്. ഈ ജയരാജൻ ഒരു പാലക്കാട് സ്വദേശിയാണ്. ഇവിടെ വന്ന് സ്ഥലമായി ഫാക്ടറി തുടങ്ങിയിട്ട് ഇപ്പോൾ 6 വർഷത്തോളമാവുന്നു. അയാളുടെ അമ്മ ഈശ്വരി ഒരു തമിഴത്തിയാണ്, അച്ഛൻ മലയാളിയും. അമ്മ മരിച്ചതോടെ ആ നാട്ടിൽ നിൽക്കാൻ പ്രയാസമായി. അതുകൊണ്ട് നേരെ ഇങ്ങോട്ട് പോന്നു. സ്ഥലമായി കപ്പലണ്ടി ഫാക്ടറി ഇവിടെ തുടങ്ങി. കപ്പലണ്ടി കൾട്ടിവേഷനൊക്കെ പാലക്കാട് തന്നെയാണ്. പിന്നെ അയാൾക്ക് മൂന്നാറിലുണ്ട് തേയിലത്തോട്ടമൊക്കെ. കപ്പലണ്ടി മിഠായി മാത്രമല്ല, പീനട്ട് റോസ്റ്റ്, പീനട്ട് ബട്ടർ ഓയിൽ, അങ്ങനെ പലവിധ സാധനങ്ങളുടെ പ്രൊഡക്ഷൻ ഇവിടെ നടക്കുന്നുണ്ട്. പല രാജ്യങ്ങളിലേക്കും വരെ അത് കയറ്റുമതി ചെയ്യുന്നുണ്ട്. 1 ഏക്കറോളം വരുന്ന സ്ഥലത്താണ് ഈ കപ്പലണ്ടി ഫാക്ടറി നീണ്ടു കിടക്കുന്നത്. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റും ഫാക്ടറിയുടെ ഓഫീസും വേറെ വേറെ ബിൽഡിങ്ങിലാണ്. ജയരാജനെ കാത്ത് അയാളുടെ ഓഫീസ് റൂമിന് മുമ്പിൽ ഇരിക്കുമ്പോഴാണ് തിങ്കളിന് ഈ ഫാക്ടറിയെ കുറിച്ച് അറിയാവുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഗോപിനാഥൻ പറഞ്ഞു കൊടുത്തത്. ഒരു 10-15 മിനിറ്റ് അപ്പോഴേക്കും ജയരാജൻ എത്തുന്നാണ് അവിടെയുള്ളയാൾ അവരോട് പറഞ്ഞത്. അവർ സംസാരിച്ചിരിക്കുമ്പോൾ തന്നെ ജയരാജൻ അങ്ങോട്ട് കടന്നു വന്നു. 6 അടി പൊക്കത്തിൽ വെളുത്ത നിറത്തിൽ 40-45 വയസ്സ് പ്രായം തോന്നിക്കുന്ന മനുഷ്യൻ തന്റെ ക്യാബിന് മുമ്പിലിരിക്കുന്ന 2 പേരെയും നോക്കിയൊന്ന് ചിരിച്ചു. അയാൾ അകത്തേക്ക് കയറുമ്പോൾ തിങ്കളും ഗോപിനാഥനും എഴുന്നേറ്റ് നിന്നിരുന്നു. 2 മിനിറ്റിനകം അകത്തേക്ക് അവർ വിളിക്കുകയും ചെയ്തു. ഒരു മേശയ്ക്കപ്പുറം അയാൾക്ക് എതിർവശത്തായി ജയരാജന്റെ നിർദ്ദേശപ്രകാരം തന്നെ അവർ ഇരുന്നു. സർട്ടിഫിക്കറ്റും മറ്റും തിങ്കൾ അയാൾക്ക് ബാഗിനുള്ളിലെ ഫയലിൽ നിന്ന് പുറത്തേക്ക് എടുത്തു കൊടുത്തു. തിങ്കൾ കൃഷ്ണൻ. സർട്ടിഫിക്കറ്റിലെ പേര് വായിച്ച അയാൾ അവിടെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. സാഹചര്യങ്ങൾ നല്ലതല്ലായിരുന്നിട്ടും ഡിസ്റ്റിങ്ഷൻ ഉണ്ടായിരുന്നല്ലോ ബികോമിന്. ഗുഡ്. സൗമ്യമായ ശബ്ദത്തോടു കൂടിയ സംസാരം. ടാലി പ്ലസ് GST ആണ് തിങ്കൾ ജോബ് ഓറിയന്റഡ് കോഴ്സായി ജയിലിൽ വെച്ച് പഠിച്ച്. വിയൂർ ജയിലിൽ ജയിൽ വെക്കേഷണൽ ട്രെയിനിങ് സെന്റർ വഴി ബേസിക് കമ്പ്യൂട്ടർ സ്കിൽസും ടാലി ട്രെയിനിങ്ങും തിങ്കളിന് കിട്ടിയിട്ടുണ്ട്. കമ്പ്യൂട്ടർ ആക്സസ് ജയിൽ റൂൾസ് അനുസരിച്ചും എൻട്രീസ് പ്രാക്ടീസ് പേപ്പർ ബേസ്ഡ് ആയിട്ടാണ് നടന്നത്. അതിന്റെ സർട്ടിഫിക്കറ്റ് വെക്കേഷണൽ ട്രെയിനിങ് സെക്ഷൻ ത്രൂ ജയിൽ ഡിപ്പാർട്ട്മെന്റാണ് നൽകുന്നത്. റിലീസായി കഴിഞ്ഞാൽ ഔട്ട്സൈഡ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വേണമെങ്കിൽ അഡ്വാൻസ്ഡ് ടാലി സർട്ടിഫിക്കറ്റ് അപ്ഗ്രേഡ് ചെയ്യാമെന്ന് അവർ പറഞ്ഞിരുന്നു. തൽക്കാലം ഇവിടെ ജോലി ചെയ്യാൻ ഈ സർട്ടിഫിക്കറ്റ് തന്നെ മതിയെന്നാണ് ജയരാജൻ തിങ്കളിനോട് പറഞ്ഞത്. ഡെയിലി അക്കൗണ്ടിംഗ് ആക്ടിവിറ്റീസ്, ഇൻവെന്ററി ആൻഡ് സ്റ്റോക്ക് മാനേജ്മെന്റ്, ബില്ലിംഗ് ആൻഡ് ഡോക്യുമെന്റേഷൻ തുടങ്ങി തിങ്കൾ ചെയ്യേണ്ട ജോലിയുടെ സമ്മറി ചെറുതായാൾ അപ്പോൾ തന്നെ പറഞ്ഞു കൊടുത്തു. ബാക്കിയൊക്കെ ഇവിടെ വരുമ്പോൾ വീണ പറഞ്ഞുതരുമെന്നാണ് പറഞ്ഞത്. 2 ലേഡി സ്റ്റാഫുകൾ, ഒരാൾ വീണയാണ്, മറ്റേ കുട്ടിയാണ് പ്രഗ്നന്റ്. ഈ മാസം അവസാനം ആ കുട്ടി പോവും. അടുത്ത മാസം 2-ാം തീയതി തുടങ്ങി തിങ്കൾ ജോലിക്ക് വന്നോളെന്നാണ് ജയരാജൻ പറഞ്ഞത്. ഓഫീസ് ടൈം രാവിലെ 9:30 തുടങ്ങി 5:30 വരെ. കൂടെ സാലറി 12,000 ആണെന്നും പറഞ്ഞു. എല്ലാത്തിനും തിങ്കളിന് സമ്മതമായിരുന്നു. കാര്യങ്ങളെല്ലാം സംസാരിച്ചു കഴിഞ്ഞതും അധികം വൈകാതെ അവരവിടുന്ന് ഇറങ്ങി. പുറത്ത് പാർക്കിങ്ങിലേക്ക് നടക്കുമ്പോഴാണ് തനിക്കെതിരെ നടന്നു വരുന്നവനെ കണ്ട് തിങ്കളിന്റെ കണ്ണുകൾ ചുരുങ്ങിയത്. എതിരെ വരുന്നവനും അവളെ കണ്ട് തരിച്ചൊരു നിൽപ്പാണ്. എത്രയോ വർഷങ്ങൾ കഴിഞ്ഞൊരു കൂടിക്കാഴ്ച. അന്ന് ഓട്ടോയിൽ വെച്ച് മിന്നായം പോലെ കണ്ട പോലെയല്ലേ കണ്ടത്. പഴയ കൂടെ അഴകൊട്ടും പോവാതെ കുറച്ച് കൂടിയിട്ടുണ്ടെങ്കിലേ ഉള്ളൂ ഇപ്പോൾ. ശ്രീത്തിന്റെ കണ്ണ് രണ്ടും അവളെ ആകെ ഒഴിയുമ്പോൾ തിങ്കൾ അവനെ മറികടന്ന് പോയി കഴിഞ്ഞിരുന്നു. ഒരു നിമിഷം അവനൊന്ന് ഞെട്ടി. ഇവൾക്ക് തന്നെ മനസ്സിലായില്ലേ? ഒട്ടും പരിചയം കാണിക്കാതെയുള്ള അവിടെ ആ പോക്കിൽ അവന്റെ മുഖം ചുളിഞ്ഞു. ഇത്ര നാൾ കഴിഞ്ഞിട്ടും തന്നെ കണ്ട പകപ്പോലും അവളുടെ മുഖത്തില്ല. അവൻ പെട്ടെന്ന് തിരിഞ്ഞ് അവൾക്കടുത്തേക്ക് ചെല്ലാൻ തുടങ്ങുമ്പോൾ ഡോ ജിത്തു എന്നൊരു വിളി. തിരിഞ്ഞു നോക്കുമ്പോൾ ജയരാജനാണ്. തിങ്കൾ പോയ വഴി ഒന്നുകൂടെ നോക്കി അവൻ പെട്ടെന്ന് അയാൾക്ക് അടുത്തേക്ക് നടന്നു. ജയരാജന്റെ ഡ്രൈവറാണ് ശ്രീജിത്ത്. ആദ്യം ഈ ഫാക്ടറി ഓട്ടത്തിനൊക്കെ ആയിരുന്നു അവൻ വന്നത്. പിന്നെ അയാളുടെ ഡ്രൈവറായിട്ട് മാറുകയായിരുന്നു. അത്യാവശ്യം നല്ല ശമ്പളമൊക്കെ ഉണ്ട്. തിങ്കൾ ജയിലിൽ നിന്ന് വന്ന അവസരം അയാൾക്കൊപ്പം മൂന്നാറിലേക്ക് പോയിരിക്കുകയായിരുന്നു അവൻ. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം പാലക്കാട്ടേക്ക് പോയി. ഇന്നലെയാണ് തിരിച്ചെത്തിയത്. ശ്രീജിത്ത് ഇവിടെ ജയരാജന്റെ ഡ്രൈവറാ മോളെ. അയാളുടെ എല്ലാ കാര്യത്തിനും അവനാ ഓടുന്നത്. സത്യം പറഞ്ഞാൽ അവിടെ ജോലി ഒഴിവുണ്ടെന്ന് കേട്ടപ്പോൾ അതിനെപ്പറ്റിയൊന്നും ഞാൻ ചിന്തിച്ചില്ല. മോൾക്ക് ഈ ജോലി ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് വേറെ നോക്കാട്ടോ. എനിക്കെന്ത് ബുദ്ധിമുട്ടെങ്കിൽ ഒരു ജോലിയാണ് എനിക്ക് വേണ്ടത്. നല്ലൊരെണ്ണത്തെ കിട്ടുകയും ചെയ്തു. അതിന് ഞാൻ ആർക്കു വേണ്ടിയാണ് കളയേണ്ടത്? ആരുണ്ടായാലും ഇല്ലെങ്കിൽ എനിക്കൊരു പ്രശ്നമില്ലെങ്കിൽ ഇതൊന്നും എന്നെ ഒരു തരത്തിലും ബാധിക്കില്ല. പ്രയാസപ്പെട്ട് നിൽക്കുന്ന ഗോപിനാഥന്റെ മുഖത്തേക്ക് നോക്കി ശാന്തമായി തന്നെ അവൾ പറഞ്ഞു നിർത്തുമ്പോൾ അയാളുടെ മുഖവും വിടർന്നിട്ടുണ്ട്. ഇത് കേട്ടാൽ മതി എനിക്കും. എന്നാ പിന്നെ നമുക്ക് ഓരോ നാരങ്ങ സർവത്ത് കുടിച്ചിട്ട് വീട്ടിലേക്ക് പോകാല്ലേ? ചിരിയോടെ തന്നെ ഗോപി ചോദിക്കുമ്പോൾ നേർത്തൊരു പുഞ്ചിരിയോടെ തിങ്കളും തലയാട്ടി. രാവിലെയുള്ള പണിയൊക്കെ കഴിഞ്ഞ് വെറുതെ ഫോൺ നോക്കി ഉമ്മറത്തിരിക്കുകയാണ് ശാന്തിനി. പാർത്തി വരാറാവുന്നേയുള്ളൂ. ഉച്ചക്ക് ഊണഴിക്കാൻ അവൻ വീട്ടിലേക്ക് വരാറുണ്ട്. ഇന്നലെ ഡാൻസിന്റെ വീഡിയോകളെല്ലാം ഗ്രൂപ്പിൽ വന്നിട്ടുണ്ട്. അത് ഡൗൺലോഡ് ചെയ്യാൻ വയ്ക്കുമ്പോഴാണ് അപ്പുറത്തൊരു ബൈക്ക് വന്ന് നിൽക്കുന്ന ശബ്ദം. തിങ്കളും ഗോപിനാഥനുമാണെന്ന് കണ്ടതേ ചാന്ദിനി ഇരുന്നിടത്ത് എഴുന്നേറ്റ് അങ്ങോട്ടേക്ക് ചെന്ന് കഴിഞ്ഞു. കൂടെ മന്മുവും പുഷ്പവും. പോയ കാര്യം എന്തായി മോളെ? ജോലി കിട്ടി ആൻറ്റി. അടുത്ത മാസം 2-ാം തീയതി ജോയിൻ ചെയ്തോളാൻ പറഞ്ഞു. ആണോ? ഇവിടെ അടുത്ത് തന്നെയുള്ളതുകൊണ്ട് മോൾക്ക് പോയി വരാൻ വലിയ ബുദ്ധിമുട്ടില്ല. എന്തായാലും നല്ല കാര്യം. നന്നായി ഗോപിയേട്ടാ.
ചാന്ദിനി ചിരിയോടെ പറയുമ്പോൾ ഗോപിനാഥനും തലയാട്ടി. അങ്കിൾ കയറുന്നില്ലേ? ഓണഴിച്ചിട്ട് പോവാം. ഗേറ്റ് തുറന്ന് തിങ്കളായ അയാൾ അപ്പോഴേക്ക് അകത്തേക്ക് ക്ഷണിച്ചിരുന്നു. ഇല്ല മോളെ, മല്ലി അവിടെ കാത്തിരിക്കുന്നുണ്ടാവും. ഞാൻ ചെല്ലട്ടെ, വേറൊരു ദിവസം അവളെയും കൂട്ടി വരാം. പിന്നെ ചാന്ദിനി, എനിക്ക് തിങ്കളോട് പറഞ്ഞ് ഗോപിനാഥൻ വല്ലായ്മയോടെ ചന്തുവിനെ നോക്കി. എന്താ ഗോപിയേട്ടാ? അന്ന് ഗ്രൗണ്ടിൽ വെച്ച് ശ്യാമും കൂട്ടുകാരും മടിച്ച് ഗോപിനാഥൻ പറഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ ചാന്ദിനിക്ക് കാര്യം പിടികിട്ടി. സംഭവം അറിഞ്ഞപ്പോൾ തന്നെ അവനെ ഞാനൊന്ന് പൊട്ടിച്ചിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ടായില്ലല്ലോ. ഇന്നലെ ഒന്നും ഇതിനെപ്പറ്റി ആളുകൾക്കിടയിൽ വെച്ച് സംസാരിക്കാൻ പറ്റിയില്ല. അതാ ഞാനിപ്പോൾ ഇനി അവരുടെ ഭാഗത്തുനിന്ന് അങ്ങനെ തെറ്റുണ്ടാവില്ല. ആ ഒരു ഉറപ്പേ ഞാനിപ്പോൾ തരാൻ പറ്റൂ. തലതെറിച്ച ഓരോന്നിൻ്റെയും കൂടെ കൂടി അവനിങ്ങനെ ആയിപ്പോകുമ്പോൾ തിരുത്താൻ പറ്റാത്ത ഞങ്ങളുടെ കൂടെ തന്നെ തെറ്റായിരുന്നു. ക്ഷമിക്കണം. ഗോപിയേട്ടനോട് ക്ഷമ ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവരന്ന് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുള്ള അപ്പോൾ തന്നെ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് എന്നോട് ചെയ്തതിന് മാപ്പ് പറഞ്ഞ അവർ പോയത്. അതോടെ അവിടെ തീർന്നു. പിന്നെ പാച്ചുവിൻ്റെ കാര്യം അറിയാലോ, അതാണ് കൊടുത്തപ്പോൾ കുറച്ച്. ഏയ് അതൊന്നുമില്ല, അതവർക്ക് കിട്ടേണ്ടത് തന്നെയാ. കൊടുത്ത കുറഞ്ഞു പോയെന്നേ ഉള്ളൂ. അവനാ ആൺകുട്ടി. അത് ശരി, ഞാൻ പോട്ടെ മോളെ, പിന്നെ കാണാം. അതും പറഞ്ഞ് ഗോപിനാഥനങ്ങ് പോയതും തിങ്കളിനൊപ്പം തന്നെ ചാന്ദിനി അവളുടെ വീട്ടിലേക്ക് കയറി. ഈ കഴിഞ്ഞ 1-ാം തീയതി എൻ്റെ തിരുവാതിര പ്രാക്ടീസിനിടയിൽ ഒരു പ്രശ്നം ഉണ്ടായി മോളെ. അതിനെക്കുറിച്ച് ആ ഗോപിയായിട്ടിപ്പോൾ പറഞ്ഞ്. കയറുന്നിടയ്ക്ക് തന്നെ ചാന്ദിനി അന്നുണ്ടായ സംഭവങ്ങളെക്കുറിച്ച് തിങ്കളിന് വിവരിച്ചു കൊടുത്ത് തുടങ്ങിയിരുന്നു. എന്താണ് ആ മെമ്പറിൻ്റെ മോൻ പറഞ്ഞതെന്നൊന്നും എനിക്കറിയാൻ പാടില്ല. എന്തായാലും നല്ലൊന്നായിരിക്കില്ല, അയാളുടെ അല്ലേ മോൻ. പക്ഷെ എൻ്റെ പാച്ചവനിട്ട് കൊടുത്തത് ദേ ഇപ്പോഴും മര്യാദയ്ക്ക് എഴുന്നേറ്റാണെന്ന് തുടങ്ങിയില്ല ആ ചെറുക്കൻ. അങ്ങനെയല്ലേ അടിച്ചവൻ പരത്തി കളഞ്ഞ്. നമുക്കൊന്നും അന്നേരം അവനെ പിടിച്ചെടുത്താൻ പറ്റില്ലെന്നേ. ചെക്കൻ ഇപ്പോഴുള്ള സ്വഭാവം നല്ല ഇത്. ചെറുപ്പം മുതൽ ഇങ്ങനെയാ. ദേഷ്യം വന്നാൽ അവനെ പിടിച്ചാൽ കിട്ടില്ല. ആ ദേഷ്യം തീരും വരെ അവൻ എന്താ ചെയ്യാൻ നമുക്ക് തന്നെ പറയാൻ പറ്റില്ല. ഇതൊക്കെ കൊണ്ട് തന്നെ ഞാൻ അവനെ കൊണ്ട് എന്തോരം പാടുപെട്ടിട്ടുണ്ടെന്ന് അറിയോ മോളെ. എന്നിട്ട് ഇപ്പോഴും വല്ല മാറ്റമുണ്ടോ? വാശിയായാലും അതെ, ദേഷ്യമായാലും അതെ, അവനിൽ അത് വന്നു കഴിഞ്ഞാൽ ചെക്കനൊരു വൃത്തിയേട്ട സ്വഭാവമാണെന്നേ. ഹോ, ചാന്ദിനി പറഞ്ഞു കഴിഞ്ഞ തലയൊന്ന് കുടയുമ്പോൾ അന്ന് താൻ വന്നിറങ്ങിയ ദിവസത്തെ പാർട്ടിയുടെ തല്ലി തിങ്കളുടെ ആ നിമിഷം ഓർമ്മ വന്നു. എന്നെഴുതി വലിയ പ്രശ്നക്കാരനല്ല കേട്ടോ മോളെ, പാവൊക്കെ തന്നെയാ. പിന്നെ അവന് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും കാര്യം വരുമ്പോഴാ പ്രശ്നം. ചാന്ദിനി ഒരു ചിരിയോടെ അത്ര പറഞ്ഞു നിർത്തിയതേ തിങ്കൾ വെറുതെ തലയാട്ടിയതേ ഉള്ളൂ. മോള് ഊണഴിക്കാൻ പോവായിരിക്കും അല്ലേ? നല്ല ആവോലി ഇട്ടിരുന്നു. എനിക്ക് വറുത്തരച്ച് കറി വെച്ചിട്ടുണ്ട്, കുറച്ച് കൊണ്ടുവരട്ടെ ഞാൻ? വേണ്ട ആൻറ്റി, ഞാൻ മത്തങ്ങയും പയറും എരിശ്ശേരി വെച്ചിട്ടുണ്ട്. പിന്നെ തക്കാളി ചമ്മന്തിയുണ്ട്, അച്ചാറും ഉണ്ട്. ആണോ? ഇന്നലെ ഞാൻ തന്ന മത്തങ്ങ കഷ്ണം വെച്ചാണ് മോളെ ഉണ്ടാക്കിയത്? ഒഴിസാത്തോടെയുള്ള ചോദ്യം. തിങ്കളാണെന്ന് തലയാട്ടി. ഇന്നലെ രാവിലെ തോട്ടത്തിൽ നിന്ന് പാകമായ മത്തങ്ങ പറിച്ചെടുക്കുമ്പോൾ അതിൽ നിന്നൊരു കഷ്ണം തിങ്കളിന് മുറിച്ചു കൊടുത്തിരുന്നു ചാന്ദിനി. നല്ല വലിയ മത്തങ്ങയായിരുന്നു. ഒരു കഷ്ണമായതുകൊണ്ട് തിങ്കളത് വാങ്ങി. അത് വെച്ച് തന്നെയാണ് അവൾ കറി ഉണ്ടാക്കിയിരിക്കുന്നത്. എനിക്ക് എന്തൊരു ഇഷ്ടമാണെന്ന് അറിയോ മോളെ ഈ മത്തങ്ങയും പയറും എരിശ്ശേരി വെച്ച്. പക്ഷെ പറഞ്ഞിട്ടെന്താ, ഒരു മത്തങ്ങ അവിടെ കൊണ്ടുവയ്ക്കാൻ പറ്റണ്ടേ? ദേ ഇന്നലെ ഞാൻ മോൾക്ക് അതിൻ്റെ ബാക്കി അടുക്കളയിൽ കൊണ്ടുവച്ചതാ. 3 എണ്ണവും വന്ന് തിന്ന് അതങ്ങ് നാശാക്കിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. ചാന്ദിനി സങ്കടത്തോടെ പറഞ്ഞിരുത്തുമ്പോൾ ദേഹത്തെ ഷാൾ ഊരി വെച്ച് അടുക്കളയിൽ കാണുന്ന തിങ്കളുടെ മുഖം ഒന്ന് സംശയത്തിൽ ചുളിഞ്ഞു. ദേ ഇവളും പിന്നെ പുറത്തേൽക്കുന്നവനും കുഞ്ഞപ്പനും കൂടെ എല്ലാം തിന്നു മോളെ. താഴെ കാലിൽ മുട്ടിയിരുന്ന പുഷ്പിനെ തട്ടുകൊടുത്ത് ചാന്ദിനി പറയുമ്പോൾ പെണ്ണു ഒച്ചയെടുത്ത് പുറത്തേക്ക് ഓടി. തിങ്കൾ അതിന് അതിശയത്തോടെ ചാന്ദിനിയെ നോക്കി. പട്ടിയും പൂച്ചയൊക്കെ മത്തങ്ങ തിന്നെന്ന് അവൾക്കറിയില്ല. കുഞ്ഞപ്പം പിന്നെ അണ്ണാനായതോട് തിന്നുമായിരിക്കും. തിന്നു പഠിച്ച ഇവരെല്ലാം തിന്നും മോളെ. പാച്ചു പണ്ടെങ്ങോ കൊടുത്തതാ, പിന്നെ 3-ന് തിന്നാൻ മടിയൊന്നുമില്ല. ഇപ്പൊ പറഞ്ഞിട്ടെന്താ, മത്തങ്ങ വെച്ച് എന്തെങ്കിലും ഉണ്ടാക്കാൻ കഷ്ടപ്പെടുന്ന മനുഷ്യൻ. ചാന്ദിനി താടി കൈവച്ച് പറഞ്ഞു നിർത്തുമ്പോൾ ഉണ്ടാക്കി വെച്ചിരുന്ന എരിശ്ശേരി കൂട്ടാൽ നിന്നൊരു ടീസ്പൂൺ എടുത്ത് തിങ്കൾ അവർക്ക് കൊടുത്തു. കഴിച്ചു നോക്ക്. ആളത് പറയുമ്പോൾ ചന്തു വാങ്ങി രുചിച്ചു നോക്കി. സ്വാദുകൊണ്ട് നല്ല രസമുണ്ട് മോളെ എന്ന് പറയാൻ വൈകുന്നില്ല ചന്തു. എന്നാ ആൻറ്റി ഇത് കുറച്ച് കൊണ്ടുപോയിക്കോ. ചിരിയോടെ പറയലും ഒരു പാത്രത്തിലേക്ക് അവളത് പകർത്തിയെടുത്ത് കഴിഞ്ഞു. അയ്യോ, മോൾക്ക് വേണ്ടി മാത്രമേ വെച്ചിട്ടുള്ളൂ. ഇല്ല, എനിക്കുള്ള ഇവിടെ ഉണ്ട്, ഇത് ആൻറ്റി എടുത്തോ. കണ്ണടച്ചെന്ന് കാണിച്ചവൾ പറയുമ്പോൾ പിന്നെ ചാന്ദിനി നിരസിക്കാനും നിന്നില്ല. സന്തോഷത്തോടെ അവരതങ്ങ് വാങ്ങി. അന്നേരം തന്നെയാണ് പുറത്ത് ബൈക്കിന്റെ ശബ്ദം കേൾക്കുന്നത്. അവൻ വന്നേന്ന് തോന്നുന്നു. വിശന്നാലും ചെക്കന് ഭ്രാന്തളകുന്നേ. ഞാൻ പോയിട്ട് പിന്നെ വരാട്ടോ മോളെ. പറയലും പെട്ടെന്ന് അവളോട് യാത്രയും പറഞ്ഞ് കറിയും കൊണ്ട് ചന്ത് പുറത്തേക്ക് നടന്നിരുന്നു. പാർത്തി അപ്പോഴും ഗേറ്റ് തുറന്ന് ബൈക്കുള്ളിലേക്ക് കയറ്റുകയാണ്. അവനോടന്ന് ഓണടിച്ചവും എഴുന്നൊരു കുരയും പൊങ്ങി പാച്ചു എന്നുള്ള വിളിയും ഉയർന്നു. പാർത്തി നോക്കുമ്പോൾ മന്മു അമ്മയും തിങ്കളുടെ അടുത്ത് നിന്ന് ഇറങ്ങി വരുന്നുണ്ട്. അവൻ 3 വിരലുകൾ മടക്കി ഇത് എവിടുന്നാണ് വരുന്നതെന്ന പോലെ രണ്ടുപേരെയും നോക്കി പുരികം വെക്കുമ്പോൾ ചാന്ദിനി അവൻ നോക്കി നന്നായിട്ട് ഇളിച്ച് കാണിച്ചു. അപ്പോഴാണ് ചാന്ദിനിയുടെ കൈയുള്ള പാത്രം അവൻ കാണുന്നത്. ഇതെന്താ ഇത്? അതൊക്കെയുണ്ട്, ഇങ്ങോട്ട് കയറി വാടാ നീ. പറയലും അവന് മുന്നേ തന്നെ ചാന്ദിനി അകത്തേക്ക് പോകുമ്പോൾ അപ്പുറത്തേക്ക് ഒന്നുകൂടെ എത്തിച്ചു നോക്കിയവനും അമ്മയ്ക്ക് പിറകെ അകത്തേക്ക് കയറി. സംസാരിച്ചതേ ഇപ്പൊ കറിയൊക്കെ ഇറന്നു വാങ്ങി വന്നേക്കുന്നു. അയ്യേ, നാണാവില്ല എന്റെ ചന്തു. കാര്യം പറഞ്ഞ് ചോറൊക്കെ എടുത്ത് വെക്കുന്നതിന്റെ കൂടെ തിങ്കളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച എരിശ്ശേരി കൂട്ടാൻ ചന്തു അവനെ മുന്നിൽ കൊണ്ടുവച്ചപ്പോൾ ചുണ്ടിൽ വിരൽ വെച്ച് ചെക്കൻ്റെ കളിയാക്കലാണ് ഇപ്പോൾ കേട്ടത്.
ആരാടായിരുന്നു വാങ്ങിയത്? ഞാൻ ആ കൊച്ചിനൂടെ ഇവറ്റങ്ങളൊക്കെ നമ്മുടെ മത്തം കൊണ്ട് തിന്ന കാര്യം പറഞ്ഞ. പിന്നെ അയൽക്കാരാകുമ്പോൾ കറികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തു വാങ്ങിയെന്നൊക്കെ ഇരിക്കും. ദേ ഇത് കണ്ടോ മീൻകറി, കുറച്ച് ഞാൻ അവൾക്ക് കൊണ്ടുകൊടുത്തിട്ട് വരാം. ബാവളിൽ തിങ്കളിന് കൊടുക്കാനടുത്ത മീൻകറി കാണിച്ചു കൊടുത്ത് ചാന്ദിനി അവനെ. ഓ ഭാഗ്യത്തിന് പകരം, എന്നാലും ചോദിച്ചു വാങ്ങിയ ക്ഷീണം അങ്ങനെ തന്നെ കാണും. ചുണ്ടൊന്നും കടിച്ച് ചിരിയടക്കി പിടിച്ചുകൊണ്ട് അവൻ്റെ പറച്ചിൽ. നീ പോടാ, എന്നുള്ള സ്നേഹം കൊണ്ട് തന്നാ മോളിത്, എനിക്കൊരു ക്ഷീണമല്ല. പറഞ്ഞ് നീ അധികം ക്ഷീണിക്കാതെ കറി കൂടി ചോറ് കഴിച്ചു നോക്ക്, അപ്പം കാണാതിൻ്റെ രുചി, എന്നിട്ട് സംസാരിക്കാൻ വാ. ചാന്ദിനി അവനെ കണ്ണുറുപ്പിച്ച് നോക്കി പറയലും ബോളും കൊണ്ട് പുറത്തേക്ക് പോകുമ്പോൾ ഇരുന്ന് വാങ്ങിയൊന്നും എനിക്ക് വേണ്ടാന്ന് ചെക്കൻ വീമ്പ് വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. നീ തിന്നില്ലേ വേണ്ട, എനിക്കറിയാൻ കഴിക്കാൻ എന്ന് ചാന്ദിനിയെ വിളിച്ചു പറഞ്ഞു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.